വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോ സ്നോ ട്രിപ്പ് ബ്ലോഗിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ പോളണ്ടിൽ ട്രക്ക് ഡ്രൈവറായിട്ട് സിംഗിൾ ഡ്രൈവർ എത്ര മണിക്കൂറാണ് ഓടിക്കേണ്ടത്, പിന്നെ ഡ്രൈവർ ടീം എന്നാണ് ഡബിൾ ഡ്രൈവർ. അപ്പോൾ ഇവർ എത്ര മണിക്കൂർ വെച്ചാണ് ഒരു ദിവസത്തെ ഡ്യൂട്ടി ടൈമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഓപ്ഷനുണ്ട്. സിംഗിൾ ഡ്രൈവർ ലോങ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്ക് ആദ്യം 4.5 മണിക്കൂർ ഓടിയതിന് ശേഷം നമുക്ക് 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 4.5 മണിക്കൂർ ഓടിയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ ലോങ് റെസ്റ്റാണ്, 9 മണിക്കൂറാണ് റെസ്റ്റ് വരുന്നത്. മിനിമം 9 മണിക്കൂറാണ് ഇവിടുത്തെ റണ്ണിങ് ടൈം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഡ്രൈവർ ഓടുമ്പോൾ 3 മണിക്കൂർ ഓടിയിട്ട് നമുക്ക് 45 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 3 മണിക്കൂർ ഓടിയിട്ട് വീണ്ടും 45 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും 3 മണിക്കൂർ ഓടുക. 3 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ 9 മണിക്കൂറായി. നമുക്ക് ഡ്യൂട്ടി അവിടെ ക്ലോസ് ആയി. നമുക്ക് അവിടെ ഏതെങ്കിലും പാർക്കിംഗ് ഏരിയയിൽ റെസ്റ്റ് എടുക്കാം. മിനിമം 9 മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ഓടുക, 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ 1.5 മണിക്കൂർ ഓടിയിട്ട് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. അപ്പം നമുക്ക് 45 മിനിറ്റ് ആയി. പിന്നെ അതിനുശേഷം വീണ്ടും 3 മണിക്കൂർ ഓടുക, 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 1.5 മണിക്കൂർ ഓടുക, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ നിർത്തിയിട്ടിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് ഡ്യൂട്ടി തുടങ്ങാൻ പറ്റും. മിനിമം 9 മണിക്കൂറാണ് ഇവിടുത്തെ റെസ്റ്റ് ടൈം ഉള്ളത്. പിന്നെ നമുക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് 5 ദിവസമാണ് നമുക്ക് ഡ്യൂട്ടി ടൈം. 2 ദിവസം വീക്കെൻഡാണ്, ശനി ഞായർ വീക്കെൻഡാണ്. പിന്നെ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ശനിയാഴ്ച ഡ്യൂട്ടി എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ഒരു ദിവസം 4ാമത്തെ ആഴ്ചയിൽ, ഒരു മാസത്തിന് 4ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഒരു വെള്ളിയാഴ്ചയും കൂടെ നമ്മൾ റെസ്റ്റ് എടുക്കണം. പിന്നെ ഒരാഴ്ചയിൽ നമുക്ക് 2 ദിവസമാണ് 10 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ 3 ദിവസമാണ് നമുക്ക് 9 മണിക്കൂർ ഡ്യൂട്ടി വരുന്നത്. അതിനുശേഷം അവരുടെ നോർമൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവ് ടൈമാണ് ഈ പറയുന്ന 9 മണിക്കൂറും 2 ദിവസം 10 മണിക്കൂറും 3 ദിവസം 9 മണിക്കൂറും ഡ്രൈവിംഗ് ടൈമാണ്. നമുക്ക് വർക്ക് ടൈം എന്ന് പറയുന്നത് 2 ദിവസം 15 മണിക്കൂറും 2 ദിവസം 12 മണിക്കൂറുമാണ് പറയുന്നത്. അതിന് അൺലോഡിങ്, ലോഡിങ്, അങ്ങനെയുള്ള എക്സ്ട്രാ ഡീസൽ അടിക്കുകയും അങ്ങനെയുള്ള പല വർക്കുകൾ അതിനകത്ത് വരുന്നുണ്ട്. റണ്ണിങ് ടൈം, ഡ്യൂട്ടി ടൈം മാത്രമാണ്, ഡ്രൈവ് ടൈം മാത്രമാണ് ഈ 9 മണിക്കൂർ അവർ പറയുന്ന ടൈം. ആണ് നമ്മൾ രണ്ട് ഡബിൾ ഡ്രൈവിംഗ് ടീമാണ്. അപ്പോൾ അവർക്ക് എന്ന് പറയുന്നത് റെസ്റ്റ് ഇല്ല. അവർക്ക് ഒരാൾ 4.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ അവർ താക്കോകാർഡ് ചേഞ്ച് ചെയ്യുക. 2 പേരാകുമ്പോൾ താക്കോകാർഡ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും അന്തരം തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഒരു താക്കോകാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ റെസ്റ്റാണ്, 4.5 മണിക്കൂർ റെസ്റ്റാണ്. പിന്നെ അതിനുശേഷം വീണ്ടും താക്കോകാർഡ് ചേഞ്ച് ചെയ്ത് അവർ ഡ്യൂട്ടി കണ്ടിന്യൂ ആയിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് നമ്മുടെ റണ്ണിങ് ടൈമിലെന്ന് പറയുമ്പോൾ കിടന്നുറങ്ങാനായിട്ട്, നമുക്ക് ബെഡ് ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല. ചില സമയത്ത് പോലീസ് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും. ഇരുന്നൊക്കെ ഉറങ്ങാനേ പറ്റത്തുള്ളൂ, റെസ്റ്റ് എടുക്കാനേ പറ്റത്തുള്ളൂ. ഡബിൾ ഡ്രൈവർ ഓടുമ്പോൾ നമ്മളിതുപോലെ 2 ദിവസം 10 മണിക്കൂറും ബാക്കി 9 മണിക്കൂറാണ് പറയുന്നത്. പിന്നെ ലോങ് ഡ്രൈവൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഇറ്റലി ജർമ്മനിയാണ്, അത് 16 മണിക്കൂറോളം 17 മണിക്കൂറോളം മതി. അപ്പോൾ ഒരു ഫസ്റ്റ് ഓടിക്കുന്ന ആൾ 4.5 മണിക്കൂർ, പിന്നെ അതിന് ശേഷം ഒരാൾ 4.5 മണിക്കൂർ, പിന്നെ അതിന് ശേഷം 4.5 മണിക്കൂർ, പിന്നെ അതിന് ശേഷം 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ റണ്ണിങ് ടൈം. അപ്പോൾ അതനുസരിച്ചിട്ടേ ഡ്യൂട്ടി വരത്തുള്ളൂ. വലിയ ലോങ് മാത്രമേ നമുക്ക് 10 മണിക്കൂറൊക്കെ ദിവസം ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം 56 മണിക്കൂറാണ് നമുക്ക് ഡ്യൂട്ടി ടൈം അവർ പറയുന്നത് ഒരു മാസം. അടുത്ത മാസം 36 മണിക്കൂർ, മൊത്തം 90 മണിക്കൂർ. 2 മാസം നമുക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 90 മണിക്കൂറാണ്. ആദ്യത്തെ മാസം 56 നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ അതോടെ ഓടിച്ച് 90 മണിക്കൂറാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 56 മണിക്കൂർ ഒരു മാസം ഓടിയിട്ടുണ്ടെങ്കിൽ ബാക്കി അടുത്ത മാസം നമ്മൾ ബാക്കി ടൈം കുറച്ച് വേണേൽ നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. 5 മണിക്കൂർ 4 മണിക്കൂർ വെച്ച് ഓടിയിട്ട് ബാക്കി 36 മണിക്കൂർ 36 മണിക്കൂർ നമുക്ക് ബാക്കി ഓടാൻ പറ്റത്തുള്ളൂ. മൊത്തം 90 മണിക്കൂറാണ് നമ്മൾ 2 മാസത്തിൽ നമ്മുടെ വർക്ക് ടൈം. പിന്നെ അതിനുശേഷം ഓരോ ആഴ്ചയിൽ നമ്മളിത് നമ്മുടെ താക്കോകാർഡിനകത്ത് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിൽ നമ്മുടെ സ്റ്റാറ്റസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് ടൈം ചേഞ്ച്. ഇപ്പോൾ ഇന്ന് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ഒരു വീക്ക്. ആ വീക്കിൽ നമ്മുടെ റണ്ണിങ് ടൈം അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ വീണ്ടും അത് 0 ആയിട്ട് പിന്നെ 1 കാണിക്കുന്നത്. പക്ഷേ സെക്കൻഡ് വീക്കിൽ മാത്രം നമുക്ക് വീണ്ടും ടൈം കാണിച്ചുകൊണ്ടിരിക്കും. അത് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടേ അത് വീണ്ടും 0 ആവത്തുള്ളൂ.